തേങ്ങ ഉണ്ടോ കുച്ച നല്ലതാണ് ഇഷ്ടപ്പെട്ടാ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുക്കൂസിന് ഇഷ്ടപ്പെട്ട് കഴിച്ചതേ കർണാടകയുടെ സ്വന്തം മസാല കുഷ്കയാണ്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പ്രഷർ കുക്കർ ചൂടാകാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് 2 കറുവപ്പട്ട, 1 ബേ ലീഫ്, 4 ഗ്രാമ്പൂ, 4 ഏലക്ക, പിന്നെ കുറച്ച് സഹജീര. സഹജീര എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുംജീരകമല്ല, നോർമൽ ജീരകമല്ലാത്ത ഒരു സൈസ് ജീരകമാണ്. ഞാനിത് കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നത് നാട്ടിലും കിട്ടുമായിരിക്കും. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഓപ്ഷണലാണ്. ഒരു ജാതിപത്രിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനൊരു 10-12 വെളുത്തുള്ളി അല്ലിയും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണങ്ങളും, അതുപോലെ ഒരു 7 പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൂട്ടാം. ഞാനിവിടെ 7 എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 1 പിടി മല്ലിയില. ഞാൻ എൻ്റെ കൈയുടെ അളവിനാണ് 1 പിടി മല്ലിയില എടുത്തത്. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് 1 പിടി പുതിനയിലയാണ്. പുതിനയിലയും വെച്ചു. 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാനൊരു 4 മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എടുക്കുകയാണ്. സവോളയുടെ കളറൊക്കെ മാറി ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ. വഴന്ന് വന്ന സവോളയിലേക്ക് ഞാൻ അരച്ച് വെച്ച മിക്സും കൂടെ ചേർക്കുകയാണേ. കൂട്ടത്തിൽ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഞാൻ ഒഴിക്കുകയാണേ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാമേ. ഇപ്പോൾ സൈഡിൽ കൂടെ എല്ലാം തിള വന്നിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മാത്രമേ നമ്മൾ മസാല ആയിട്ട് ചേർക്കുന്നുള്ളൂ. ഗരം മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ബിരിയാണി മസാല യൂസ് ചെയ്യാമേ. ഇനി നമുക്ക് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചുടങ്ങുമ്പം നന്നായി കഴുകി തോരാൻ വെച്ചിരുന്ന് അരി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പൊന്നിയരിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബിരിയാണി അരി വേണമെങ്കിലും ചേർക്കാം. പൊന്നിയരി ആയതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് കുതിരാൻ ഞാൻ വെക്കാതെ കഴുകി തോരാൻ വെച്ചത്. ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഞാനിത് കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി അരി ആണെങ്കിൽ നമുക്ക് കുതിരാൻ വെച്ചിട്ട് ആ കുതിരുന്ന വെള്ളത്തോടുകൂടി നമുക്ക് ഇതിന് ചേർക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെയിറ്റ് വെച്ച് വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ. ഇത് വേവാനായിട്ട് 1 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം വിസിൽ വന്ന് തണുത്തതിന് ശേഷം നമുക്ക് വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവി ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാട്ടോ ഈ കുഷ്ക. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. കുഷ്ക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മിൻറ്റ് ലീവ്സ് അതിന് മുകളിലിട്ടിട്ട് ഈ ചെറിയ ചൂടോടുകൂടി തന്നെ ഞാൻ കുക്കർ മൂടി വെക്കുകയാണ്. കടകളിൽ നിന്ന് നമ്മൾ കുഷ്ക മേടിക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയും അതേപോലെ സാലഡും ആണ് കിട്ടുക. നമുക്കിന്ന് ചിക്കൻ്റെ ഗ്രേവി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ സാലഡും അതുപോലെ പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.